അല്ല മൂന്നാനെ ആര്? ഇത്രയും വിദ്യാഭ്യാസവും സമ്പന്നനായ ഒരു വ്യക്തി ഈ പാവപ്പെട്ട വീട്ടിൽ വന്ന് എന്തിനാണ് വിവാഹം ആലോചിക്കുന്നത്? അതെ ചേട്ടാ, നമ്മുടെ ഈ പയ്യൻ കോടീശ്വരനായിട്ട് 5-6 വർഷമായിട്ടുള്ളൂ. ഇവന് ദാരിദ്ര്യമായ കാലത്തൊരു പെങ്ങളെ കെട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇവനെടുത്ത ശപഥമാണ് ഒരു നിവൃത്തിയില്ലാത്ത വീട്ടിൽ നിന്ന് അവൻ കല്യാണം കഴിക്കുള്ളൂ. ഇവനൊരു അറബിയുടെ കീഴിലൊരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായിട്ടാണ് ദുബായി പോയത്. ഇപ്പം ഇവന് സ്വന്തമായിട്ട് 3 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അറബി ഇപ്പോൾ ഇവൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് നിൽക്കുകയെന്നാണ് പറഞ്ഞു കേട്ടത്. സത്യം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ നല്ല ബന്ധമാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ചേട്ടൻ്റെ മകൾക്ക് ഒരു ഭാഗ്യം വന്നെന്ന് കരുതി വെച്ചാൽ മതി. ആദ്യം ഒരു ഗൾഫുകാരനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിച്ചു. അത് ശരി. അയാളെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അതെന്ത് പറ്റിയത്? അയാളെ പിന്നെ അസുഖം പിടിച്ച് മരിച്ചതാണ്. അത് ശരി. ഇപ്പോഴും ഒരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട് കല്യാണത്തിന്. പക്ഷേ അയാളും ഇതുപോലെ തന്നെ ജോലി അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് നല്ലൊരു ജോലിയൊന്നുമില്ല. അത് ശരി. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഗൾഫുകാരെ വിശ്വസിക്കുന്നു? നമ്മുടെ അങ്ങനെയല്ല, ഇവൻ ഗൾഫിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ഇവൻ 12-ാം തീയതി ഇവിടെ എത്തും. 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ ഉടനെ 2 ആളും കൂടി പോകും. അതിൽ ഇത് തട്ടിക്കളയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ചേട്ടൻ്റെ കുടുംബം നല്ലതാണ്, പെൺകുട്ടി നല്ല സ്വഭാവമാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരാളാണല്ലോ, അങ്ങനെ ആലോചിച്ച് വന്നതാണ്. അല്ല ഞാൻ ബ്രോക്കറായിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ